വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ഞാൻ 24 ഹവേഴ്സ് യെല്ലോ കളറിലുള്ള ഫുഡ് മാത്രം കഴിക്കാനാണ് ഇരിക്കുന്നത്. എന്താവോ എന്തോ കണ്ടറിയാം. ഞാൻ ഒന്നിനും കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഞാൻ മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അത് കഴിക്കാൻ പറ്റുമോ, അതിൻ്റെ ഒരു ചെവയൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. ദോശയിൽ ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കളറാക്കിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ മഞ്ഞക്കറിയായിട്ട് ഉരുളക്കിഴങ്ങ് മഞ്ഞ കളറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പടച്ചവനെ നിങ്ങൾ കാത്തോളിയെന്നും പറഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതിന് ഗീ ഒക്കെ ആഡ് ചെയ്ത് നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടിയുടെ ചെവയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ സ്നാക്സായിട്ട് കഴിച്ചത് 3 ചെറിയ പഴവും പിന്നെ പൊട്ടുകടലാണ്. ഈ പൊട്ടുകടല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതം കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയിലാണ്. ഉച്ചയ്ക്ക് ക്യാബേജ് തോരൻ, പിന്നെ മോര് കറി, പിന്നെ ചോറ് മഞ്ഞയാക്കണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കടു വറുത്തിട്ട് ആ ഒരു ചോറിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കടുക് ഇട്ടതിന് ശേഷം ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്ത് ചോറും കൂടി ഇട്ട് പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് എടുത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് ചോറ് മഞ്ഞയാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് കേട്ടോ. രാവിലെ മഞ്ഞപ്പൊടിയുടെ ചെവിയൊന്നും വരാത്തതുകൊണ്ട് ഇതിന് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വലിയ കാര്യത്തിന് കഴിക്കാനൊക്കെ ഇരിക്കണം കേട്ടോ. മോര് കറിയൊക്കെ ഒഴിച്ച് പിന്നെ ക്യാബേജ് തോരനും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം തന്നെയാണല്ലോ. അങ്ങനെ പപ്പടവും കൂടി എടുത്ത് പിന്നെ കഴിച്ചപ്പോഴത്തേക്കും എല്ലാം കൂടി മഞ്ഞയായപ്പോഴത്തേക്കും ചെറിയൊരു ചെവിയൊക്കെ വന്നു. പിന്നെ ചലഞ്ചായി പോയില്ലേ, കഴിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും പരിപ്പ് വടയും ബോണ്ട എത്തി. ഇതിലെ ബോണ്ട എനിക്കുള്ളതാണ് കേട്ടോ. യെല്ലോ ഫുഡ് കളർ ചലഞ്ച് ആയതുകൊണ്ട് എനിക്ക് മാത്രം ബോണ്ട വാങ്ങിച്ചു. രാത്രി ആയപ്പോഴത്തേക്ക് അപ്പം ഉണ്ടാക്കി. അപ്പത്തിലും മഞ്ഞപ്പൊടി ഇട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ബുൾസൈ ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. റൈസ് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ചലഞ്ചൊക്കെ അവസാനിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.